എല്ലാവരെയും സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡിൻ്റെ വീഡിയോ സീരീസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് NMCയുടെ പുതിയ ഗൈഡ് ലൈൻസിനെ കുറിച്ചാണ്. നമുക്കറിയാം, ഒരുപാട് സ്റ്റുഡൻസ് വിദേശത്ത് MBBS പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അവരെല്ലാവരും തന്നെ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റീസ്, അതായത് അവർ പഠിക്കുന്ന യൂണിവേഴ്സിറ്റി NMC ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഈ NMCയുടെ പുതിയ ഗൈഡ് ലൈൻസ് എന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ഗൈഡ് ലൈൻ എന്ന് പറയുന്നത് നീറ്റ് ക്വാളിഫൈ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഈ നീറ്റ് ക്വാളിഫൈ ചെയ്യാത്ത സ്റ്റുഡൻസിന് വിദേശത്ത് MBBS പഠിക്കുന്നതിന് അവർക്ക് അഡ്മിഷൻ കിട്ടുന്നതിനോ കുഴപ്പമില്ല. പക്ഷെ തിരിച്ച് ഇന്ത്യയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നീറ്റ് കമ്പൽസറിയാണ്. സോ നീറ്റ് ക്വാളിഫൈ ചെയ്ത് നിങ്ങൾ വിദേശത്തേക്കുള്ള യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുക്കുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഒരു സേഫർ ആയിട്ടുള്ള ഒരു സൈഡ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തത്, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ ലിസ്റ്റ് ചെയ്ത യൂണിവേഴ്സിറ്റി ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് WODMS എന്ന് പറയുന്ന വേൾഡ് ഡയറക്ടറി ഓഫ് മെഡിക്കൽ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൺട്രി ഏത് രാജ്യത്താണോ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ആ കൺട്രി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ലിസ്റ്റ് ചെയ്ത എല്ലാ യൂണിവേഴ്സിറ്റികളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ദെൻ അടുത്ത കണ്ടീഷൻ, മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചിട്ടുള്ളതാണ്. കോഴ്സ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് MBBS 54 മാസം ആയിരിക്കണം എന്നുള്ളതാണ് NMC ഗൈഡ് ലൈൻ പറയുന്നത്. അതോടൊപ്പം തന്നെ കമ്പൽസറി ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് 12 മാസത്തെ ഇന്റേൺഷിപ്പും പൂർത്തിയായിരിക്കണം. ഇതാണ് ഒരു കോഴ്സ് ഡ്യൂറേഷനെ കുറിച്ചുള്ള ഇത് പറയുന്നത്. ഇനി നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ആ ഇന്റേൺഷിപ്പ് നിങ്ങൾ ഏത് സ്ഥലത്താണോ കോഴ്സ് പഠിക്കുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആ ഒരു കൺട്രിയിൽ ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്. ദെൻ അടുത്തതായിട്ട് പറയുന്നത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ കുറിച്ചിട്ടാണ്. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളതാണ് NMCയുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് പറയുന്നത്. ദെൻ അടുത്തത് ചില സബ്ജക്ട്സിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 14ഓളം സബ്ജക്ട്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സിലബസ് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു 14 സബ്ജക്ട്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാൻ ഈ ഒരു കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം. പിന്നെ നെക്സ്റ്റ് പറയുന്നത്, ഏത് കൺട്രിയിലാണോ നിങ്ങൾ MBBS പഠിച്ചത് ആ കൺട്രിയിൽ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നെക്സ്റ്റ് കണ്ടീഷൻ പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഉസ്ബെക്കിസ്ഥാനിൽ പഠിച്ച ഒരു കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 വർഷത്തെ നിങ്ങളുടെ കോഴ്സും 1 വർഷം ഇന്റേൺഷിപ്പും കഴിഞ്ഞു കഴിഞ്ഞാൽ ഉസ്ബെക്കിൽ നിങ്ങൾക്ക് രജിസ്ട്രേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആവാൻ വേണ്ടിയിട്ട് എക്സാം എഴുതാം. ആ എക്സാം ഇംഗ്ലീഷിൽ തന്നെയാണ് എഴുതാനായിട്ട് പറ്റുന്നത്. അപ്പോൾ സോ ആ ഒരു എക്സാം ക്ലിയർ ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുറച്ച് കണ്ടീഷൻസും കൂടെ ഉണ്ട്, ഞാൻ പറയാം. പിന്നെ അടുത്തത്, ഈ ഒരു കോഴ്സ് MBBS ഒരു 10 വർഷത്തിൻ്റെ ഉള്ളിൽ നിങ്ങൾ പൂർത്തിയായിരിക്കണം എന്നുള്ളതാണ്. അത് ഇന്ത്യയിൽ നിങ്ങൾ MBBS കോഴ്സിന് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ 10 ഇയേഴ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഒരു റൂളുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു ഇത് പറയുന്നത്. ഇനി തിരിച്ച് ഇന്ത്യയിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് കൺട്രിയിലാണോ പഠിച്ചത് ആ കൺട്രിയിലെ ലൈസൻസ് അല്ലെങ്കിൽ അതിൻ്റെ എലിജിബിലിറ്റി ഉണ്ടായിരിക്കണം. ദെൻ ഇന്ത്യയിൽ വന്നതിന് ശേഷം നെക്സ്റ്റ് എക്സാം, അതായത് ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് എക്സാമിനേഷൻ എന്നായിരുന്നു, ഇപ്പോൾ അത് നെക്സ്റ്റ് എക്സാം എന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ നെക്സ്റ്റ് എക്സാം ക്ലിയർ ചെയ്ത് 1 വർഷം ഇന്ത്യയിൽ ഇന്റേൺഷിപ്പ് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇന്ത്യയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് സാധിക്കാം. അപ്പോൾ സോ ഇത്രയാണ് ഈ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള NMC ഗൈഡ് ലൈൻ അനുസരിച്ച് ഉള്ള കണ്ടീഷൻസ് നിങ്ങൾക്ക് വിദേശത്ത് MBBS ചെയ്യുമ്പോൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കിയതിനനുസരിച്ച് നിങ്ങൾ യൂണിവേഴ്സിറ്റി സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് അനുയോജ്യമായ കൺട്രീസും അതുപോലെ തന്നെ നിങ്ങളുടെ ബഡ്ജറ്റിലുള്ള യൂണിവേഴ്സിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. സ്റ്റാൻഫോർഡ് സ്റ്റഡി അബ്രോഡിൻ്റെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ റെഡിയാണ്. സോ ഇന്ന് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.